എല്ലാ കൂട്ടുകാർക്കും PSC എറിഡോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എക്സാമിനും പ്രൊഫഷണൽ കീക്കും അപ്പുറം കാര്യമായ മാറ്റമാണ് ഓഗസ്റ്റ് 24 പുറത്തിറങ്ങിയ ട്രിവാൻഡ്രം ഫൈനൽ കീക്ക് ശേഷം, ട്രിവാൻഡ്രം LDCയുടെ ഫൈനൽ കീക്ക് ശേഷം മാർക്ക് റേഞ്ചുകളിൽ, സേഫ് സോണുകളിൽ ഉണ്ടായിട്ടുള്ളത്. കാര്യമായ മാറ്റമാണ്, അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. കാര്യം പലരും സേഫ് സോണിലാണ് എന്ന് വിചാരിച്ചവർ പിറകിലോട്ട് പോയി. അതുപോലെ തന്നെ നല്ല മാർക്കാണ് അല്ലെങ്കിൽ നല്ല റാങ്ക് ലഭിക്കുന്ന ഒരു മാർക്കാണെന്ന് വിചാരിച്ചവർ അതിൽ നിന്ന് കുറച്ച് താഴേക്ക് പോകുന്ന സാഹചര്യം. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എല്ലാ ഉദ്യോഗാർത്ഥികളെയും ഒരുപോലെ ബാധിക്കുന്ന 5ഓളം ഡിലീഷൻസും ഒരു ആൻസർ ചേഞ്ചുമാണ് ഓഗസ്റ്റ് 24 പുറത്തിറങ്ങിയ ഫൈനൽ കീയിൽ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കുന്നത് ഇത് നിങ്ങളെ മാത്രമാണ് ബാധിച്ചിട്ടുള്ളത് എന്നാണ്. എന്നാൽ സ്ഥിതി അങ്ങനെയല്ല. കാര്യമായ മാറ്റം സേഫ് സോൺ മാർക്ക് റേഞ്ചുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടേത് മാത്രമല്ല, എല്ലാവർക്കും തന്നെ ഇതിലൊരു കാര്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. ഇതിൽ ആനുകൂല്യം ലഭിച്ചിട്ടുണ്ടാകുക അല്ലെങ്കിൽ എന്ന് നിങ്ങൾ വിലയിരുത്തുന്നത് അത് വളരെ കുറഞ്ഞൊരു ശതമാനത്തിന് മാത്രമാണ് ഈ ഡിലീഷൻസ് ഒരു ആനുകൂല്യമായി മാറിയിട്ടുള്ളത്. സ്വാഭാവികമായും അവർ ഈ വളരെ സിമ്പിളായ ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ എല്ലാവരും ശരിയാക്കുന്ന ചോദ്യങ്ങളാണ് PSC ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഡിലീറ്റ് ചെയ്ത ചോദ്യങ്ങൾ അവർ തെറ്റിച്ചു. സ്വാഭാവികമായും ഈ ക്വസ്റ്റ്യനുകൾ അവർ ഡിലീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഈ ഒരു മാർക്കിൻ്റെ ആനുകൂല്യം കിട്ടിയെന്ന് പറയുമ്പോൾ അത് വളരെ ചെറിയൊരു ശതമാനമാണ്. ആ ഒരു ചെറിയ ശതമാനത്തിൽ തന്നെ ഇത് ഒരു നല്ലൊരു ആനുകൂല്യമാക്കി മാറ്റുന്നവർ വളരെ ചുരുക്കമായിരിക്കും. കാര്യം അത്യാവശ്യം ഒരുവിധം പഠിക്കുന്ന എല്ലാവരും തന്നെ ശരിയാക്കുന്ന ചോദ്യങ്ങളാണിത്. അല്ലാതെ നല്ലൊരു മാർക്ക് റേഞ്ച് ഇല്ലാത്ത ആരും തന്നെ ഇത് തെറ്റിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് സത്യം. ഇത് തെറ്റിച്ചു എന്നുണ്ടെങ്കിൽ അവർ വലിയ രീതിയിൽ മികച്ചൊരു നിലവാരം കാഴ്ചവെച്ച ഒരു പരീക്ഷ എഴുതിയവരായിരിക്കണം എന്നില്ല. അങ്ങനെ ഉണ്ടായിരിക്കാം, അത് വളരെ വിരളമാണ്, വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് ഇതെനിക്ക് മാത്രം സംഭവിച്ചതാണ്, ഇതെന്നെ മാത്രം ബാധിക്കുന്നതാണ്, ഇത് ഇങ്ങനെ എടുത്തു പറയാൻ കാര്യം വളരെ അധികം ഉദ്യോഗാർത്ഥികൾ നമ്മൾ പ്രൊഫഷണൽ കീക്ക് ശേഷവും എക്സാം കഴിഞ്ഞതിന് ശേഷവും 2 വീഡിയോയുമായി LDC ട്രിവാൻഡ്രത്തിൻ്റെ ഒരു വിശകലനം നടത്തിയിരുന്നു, ഒരു സേഫ് സോൺ വിശകലനം നടത്തിയിരുന്നു. അപ്പോൾ അത് നല്ലൊരു പ്രതികരണമാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ അതിന് ഫൈനൽ കീക്ക് ശേഷം അതിൻ്റെ താഴെ പ്രത്യക്ഷപ്പെടുന്ന കമൻറ്റുകളെല്ലാം തന്നെ ഇങ്ങനെയാണ്: എൻ്റെ 5 മാർക്ക് പോയി, എൻ്റെ 4.33 പോയി, എൻ്റെ 4.66 പോയി. അപ്പോൾ ഇത്തരത്തിലുള്ള നിങ്ങളുടെ വികാരധീരമായ മെസ്സേജുകളാണ് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഇത് നിങ്ങളെ ഒരാളെ മാത്രം ബാധിച്ച വിഷയമല്ല. ഈ പരീക്ഷ എഴുതിയ എല്ലാവരും തന്നെ കൃത്യമായി ബാധിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൃത്യമായും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കി തരും, നിങ്ങൾക്കത് മനസ്സിലാകും. ഇനി നമുക്ക് ആദ്യം ഇതിൻ്റെ സാരാംശത്തിലേക്ക് കടക്കാം. ഏകദേശം ഇനിയും ലിസ്റ്റിന് 1 വർഷം തന്നെ കാലാവധി അവശേഷിക്കുന്നുണ്ട്. നിയമന നില 1000-ലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു. അതായത് ഇത്തവണയും, അതായത് ഇനി വരാൻ പോകുന്ന അടുത്ത വർഷം ഓഗസ്റ്റ് മാസം വരാൻ പോകുന്ന പുതിയ റാങ്ക് ലിസ്റ്റ്, നമ്മളിപ്പോൾ പരീക്ഷ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലും ഏകദേശം 1400 അടുപ്പിച്ച് പേര് തന്നെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ നമുക്ക് വിട്ടുവീഴ്ചയില്ലാതെ പറയാൻ സാധിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ചയും നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഏകദേശം 29ഓളം നിയമനം നടക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. 26 ഫ്രഷ് ഒഴിവിലേക്കും 3 NJD വേക്കൻസിയിലേക്കുമാണ് ആ ഒരു നിയമനം നടന്നത്. അതോടുകൂടി ടോട്ടൽ ഒഴിവെന്ന് പറയുന്നത് 876-ലേക്ക് കടക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആകെ നിയമനം 876-ലേക്ക് പോകുന്ന സാഹചര്യം. OC 545, ഈഴവ 581, SC സപ്ലിമെൻ്ററി 35-ലേക്ക് പോകുന്നു, ST സപ്ലിമെൻ്ററി 18-ലേക്ക് പോകുന്നു, മുസ്ലിം 736-ലേക്ക് പോകുന്നു, LC 829-ലേക്ക് പോകുന്നു, OBC 553-ലേക്ക് പോകുന്നു, വിശ്വകർമ്മ 545-ലേക്ക് പോകുന്നു, SIUC നാടാർ 632, ഹിന്ദു നാടാർ 550, SCC കൺവേർട്ട ക്രിസ്ത്യൻ സപ്ലിമെൻ്ററി 4, ധീവര 1353, ഭിന്നശേഷി 10. അങ്ങനെ ഏകദേശം അത്യാവശ്യം മെയിൻ ലിസ്റ്റിലുള്ള ഒരുവിധം 500-ന് അപ്പുറത്തേക്ക് പോകുന്ന സാഹചര്യം എല്ലാ കാറ്റഗറിയിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇനിയും ഏകദേശം 1 വർഷം തന്നെ അവശേഷിക്കുന്നു. ഈ ഒരു നിയമനം 1000-ന് പുറത്തേക്ക് പോകും. ടോട്ടൽ നിയമനം 1000-ന് പുറത്തല്ല, അതിനപ്പുറത്തേക്കും പോകും. 1200 റേഞ്ചിലേക്ക് പോകും എന്ന് നമുക്ക് വിശ്വസിക്കാം.
അപ്പോൾ ഉറപ്പായും അടുത്ത വർഷം വരുന്നൊരു മെയിൻ ലിസ്റ്റിലും അത്യാവശ്യം എണ്ണം ഉൾപ്പെടുത്തും. തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിലാണ് ഈ പറയുന്നത്. മറ്റു ജില്ലകൾ കമ്പാരിറ്റീവ്ലി താരതമ്യേന നിയമനം കുറവാണ് തിരുവനന്തപുരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. തിരുവനന്തപുരം എന്തായും 1000+ നിയമനം ഉണ്ടാകുന്ന കാര്യം സുനിശ്ചിതമാണ്. ഇനി നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയത്തിലേക്ക് കടക്കാം. ഫൈനൽ കീക്ക് ശേഷം ഉള്ള മാർക്ക് റേഞ്ച് കൃത്യമായി വിലയിരുത്തിയ 1000-ലധികം വരുന്ന ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്ത ഒരു വെരിഫൈഡ് സർവേയാണ് നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കുന്നത്. പോൾ സർവേ കാലും കുറച്ചുകൂടി ആധികാരികമാണ് ഇത്തരത്തിലുള്ള സർവേകൾ. കാരണം നിങ്ങളൊരു എൻട്രി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത്, അല്ലെങ്കിൽ ഒരു വെരിഫൈഡ് സർവേ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് അവിടെ നിങ്ങളുടെ അഡ്മിന്മാർക്ക് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് അയച്ചു കൊടുത്ത് അവരെ മാത്രം പർട്ടിക്കുലറായ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത് ആ ഗ്രൂപ്പിൽ നിങ്ങളൊരു കൃത്യമായ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നടത്തുന്ന സർവേകളാണ് വെരിഫൈഡ് സർവേകൾ. അപ്പോൾ അത്രത്തോളം ആധികാരിക നിറഞ്ഞ സർവേകളാണ് ഇത്തരത്തിലുള്ള വെരിഫൈഡ് സർവേ. എങ്കിലും മനുഷ്യ സഹജമാണ്, ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവാം. എങ്കിൽ കൂടി 95% ആധികാരികം നിറഞ്ഞതാണ് ഇത്തരത്തിലുള്ള സർവേകൾ. കാര്യം പരീക്ഷ എഴുതിയവർ മാത്രമേ ഇത്തരത്തിലുള്ള സർവേകൾ അറ്റൻഡ് ചെയ്യാറുള്ളൂ. പോൾ സർവേ നമുക്കറിയാം, നമ്മൾ കൃത്യമായും ഗ്രൂപ്പുകളിലേക്ക് എല്ലാം ഷെയർ ചെയ്യും. അവിടെ പരീക്ഷ അറ്റൻഡ് ചെയ്യണമെന്നില്ല. വഴിയെ പോകുന്ന എല്ലാവരും തന്നെ 80+, 85+, 90+, 95+, ചുമ്മാ പോൾ ചെയ്തിട്ട് പോകും. അവർ മിക്കവാറും എഴുതിയിട്ടുള്ള ജില്ല വയനാടായിരിക്കും. പക്ഷേ എങ്കിലും ഒരു മനസ്സുഖം കുത്തിയിട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഇത് മാത്രം നോക്കിക്കാണുന്ന ഉദ്യോഗാർത്ഥിയുണ്ട്. ആ തിരുവനന്തപുരം ജില്ലയെ നോക്കിക്കാണുന്ന, പോൾ സർവേ നോക്കിക്കാണുന്ന, അവ നോക്കുമ്പോൾ 90+, 600 പേര്. ഈശ്വര, കട്ട് ഓഫ് 80-ന് മേലെയും. അപ്പോൾ അങ്ങനെയല്ല, ഇത് കുറച്ചുകൂടി ആധികാരികമാണ്. പരീക്ഷ എഴുതിയവർ മാത്രമേ സർവേ അറ്റൻഡ് ചെയ്യാറുള്ളൂ. ഇതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവാം, മനുഷ്യ സഹജമാണ്, അത് വിട്ടേക്കും. എങ്കിൽ പോലും മെജോറിറ്റി നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി നിങ്ങളോട് പറയാനുള്ളത്, ഈ സർവേ എത്രത്തോളം പേര് അറ്റൻഡ് ചെയ്യുമോ അത്രത്തോളം ഇതിൻ്റെ ആധികാരികത കൂടിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു 1000-ന് പുറത്ത് ആൾക്കാരുടെ സർവേയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ സർവേ അറ്റൻഡ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ PSC എർഡോസിൻ്റെ ചാനലിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അവിടെ LDCയുടെ അഡ്മിന്മാരുടെ ലിങ്കും അവരുടെ ബയോയുടെ ലിങ്കും അതുപോലെ തന്നെ വെരിഫൈഡ് ഗ്രൂപ്പിൻ്റെ ലിങ്കും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൃത്യമായും നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്ത് സർവേ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. എത്രത്തോളം പേർ കൂടുതലായി സർവേ അറ്റൻഡ് ചെയ്യുമോ കൃത്യമായും ഒരു PSCക്ക് മുന്നേ തന്നെ നമുക്കൊരു കട്ട് ഓഫ് ഒന്നും നിർണ്ണയിക്കാൻ പറ്റില്ല. ആധികാരികമായ ഒരു കട്ട് ഓഫ് നിർണ്ണയം നമുക്ക് സാധിച്ചില്ല എങ്കിൽ പോലും കൃത്യമായി നമുക്കൊരു വിലയിരുത്തലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങളോട് അഭ്യർത്ഥന വയ്ക്കാനുള്ളത്, എല്ലാവരും തന്നെ ഈ സർവേ അറ്റൻഡ് ചെയ്യാത്ത എല്ലാവരും തന്നെ കൃത്യമായി സർവേ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് തീർച്ചയായും നിങ്ങൾക്ക് തന്നെ ഉപകാരപ്പെടും. നിങ്ങൾക്ക് തന്നെ കൃത്യമായ ഒരു വിലയിരുത്താൻ സഹായിക്കും. കട്ട് ഓഫ് നിർണ്ണയിക്കാനല്ല, മറിച്ച് നിങ്ങളുടെ മാർക്ക് റേഞ്ച് എന്താണ്, നിങ്ങളുടെ ഒരു മാർക്ക് റേഞ്ച് സേഫ് സോണിലാണോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ഒരു സ്ഥാനം എവിടെ എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ആ ഒരു ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾ ചിലപ്പോൾ എൻ്റെ ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ജോയിൻ ചെയ്യേണ്ട. ആ ജോയിൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് കാണാൻ സാധിക്കും. നിങ്ങൾ കൃത്യമായി വെരിഫൈഡ് ഗ്രൂപ്പിൽ പോയി ആ സർവേ അറ്റൻഡ് ചെയ്താൽ മതിയാവും. കാര്യം നിങ്ങൾക്ക് ആ ഒരു മാർക്ക് റേഞ്ച് മനസ്സിലാക്കണം. അതിന് എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം എന്നൊന്നുമില്ല. നിങ്ങൾ കൃത്യമായും ആ ഒരു സർവേ അറ്റൻഡ് ചെയ്യുക എന്നതാണ് എൻ്റെ ഏറ്റവും അന്തിമ ലക്ഷ്യം. നിങ്ങൾ ആ ഒരു വിലയിരുത്തലെത്തുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ആധികാരികവും അന്തിമവും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാന കർത്തവ്യത്തിലേക്ക് കടക്കാം. ഏകദേശം 1038 പേരുടെ വെരിഫൈഡ് സർവേയുടെ റിസൾട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. തീർച്ചയായും ഇത് നിങ്ങളെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ സന്തോഷിപ്പിക്കാനോ അല്ല. നിങ്ങളുടെ സ്ഥിതി നിലവിൽ എന്താണ്, അല്ലെങ്കിൽ ഫൈനലിക്ക് ശേഷം നിങ്ങൾ പേടിക്കുന്നത് പോലെ കാര്യമായ വ്യതിചലനം ഉണ്ടായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. 1038 പേരുടെ സർവേ കണക്കാക്കുമ്പോൾ 85-ന് മുകളിൽ ആർക്കും തന്നെ ഇല്ല. നിങ്ങൾക്ക് പോളുകൾ നോക്കിയാൽ മനസ്സിലാകാം 85-ന് മേൽ 50-100 പേരെ കാണാൻ സാധിക്കും. പക്ഷേ യഥാർത്ഥ വെരിഫൈഡ് സർവേയിലേക്ക് വരുമ്പോൾ 85-ന് മേലെ ആർക്കും തന്നെ ഇല്ല എന്ന സത്യസന്ധമായ വസ്തുത മനസ്സിലാക്കൂ. അപ്പോൾ ഇനി ചിലപ്പോൾ PSC റാങ്കിൽ വരുമ്പോൾ 85-ന് മേലെ ആൾക്കാരുണ്ടാവാം. അതും ഞാൻ ഇപ്പോഴും പറയുന്നു, വളരെ ചെറിയൊരു മൈനോറിറ്റി ആയിരിക്കും. 1-2 അല്ലെങ്കിൽ 10-നകത്തോ ആൾക്കാരായിരിക്കും. അങ്ങനെ പറഞ്ഞാൽ വളരെ വിരളമാണ്, സാധ്യത തീരെയില്ല. എന്നാലും 1038 പേരുടെ പക്കാ സർവേ പരിഗണിക്കുമ്പോൾ 85-ന് മുകളിൽ ആരും തന്നെ ഇല്ല. ഇനി 80 മുതൽ 84.67 വരെ, 80 മുതൽ 84.67 വരെ 5% ഉദ്യോഗാർത്ഥികളാണ് ഇതിൽ പോൾ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത് പരിഗണിച്ചിട്ടുള്ളത്. അതായത് കൃത്യമായ സർവേ പരിഗണിക്കുമ്പോൾ 53 ഉദ്യോഗാർത്ഥികളാണ് 80 മുതൽ 84.67 വരെ മാർക്ക് റേഞ്ചിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 5% 100-ൽ. ഇനി 76 മുതൽ 79.67 വരെ പരിഗണിക്കുമ്പോൾ
10%, അതായത് 5ൻ്റെ ഇരട്ടിയെ 10ലേക്ക് പോകുന്നുണ്ട്. 10%, അതായത് കൃത്യം എണ്ണം പറയുകയാണെങ്കിൽ 101ഓളം ഉദ്യോഗാർത്ഥികൾ 76 മുതൽ 79.67 മാർക്ക് റേഞ്ചിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി 72 മുതൽ 75.67 ഒരു മാർക്ക് റേഞ്ച് പരിഗണിക്കുമ്പോൾ 18%ഓളം ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്, ഏകദേശം 183ഓളം പേർ. ഇനി 69 മുതൽ 71.67 എന്ന മാർക്ക് റേഞ്ച് പരിഗണിക്കുമ്പോൾ ഏകദേശം 17%, അതായത് 172ഓളം പേർ. ഇനി 65 മുതൽ 68.67 എന്ന മാർക്ക് റേഞ്ച് പരിഗണിക്കുമ്പോൾ 20%, അതായത് 213ഓളം ഉദ്യോഗാർത്ഥികൾ. ഇനി 60 മുതൽ 64.67 എന്ന മാർക്ക് റേഞ്ച് പരിഗണിക്കുമ്പോൾ 19%, അതായത് ഏകദേശം 198ഓളം പേർ. ഇനി 55 മുതൽ 59.67 എന്ന മാർക്ക് റേഞ്ച് പരിഗണിക്കുമ്പോൾ 7%, ഏകദേശം 73 പേർ. 50 മുതൽ 54.67 എന്ന മാർക്ക് റേഞ്ച് പരിഗണിക്കുമ്പോൾ ഏകദേശം 3%, 29 പേർ. ഒരിക്കൽ കൂടി 50, 54.67 3%, 29 പേർ. 55നും 59.67 ഇടയ്ക്ക് 7%, 73 പേർ. 60നും 64.67 ഇടയ്ക്ക് 19%, 198 പേർ. 65നും 68.67 ഇടയ്ക്ക് 19%, 198 പേർ. 65നും 68.67 ഇടയ്ക്ക് 20%, 213 പേർ. 69നും 71.67 ഇടയ്ക്ക് 17%, 172 പേർ. 72നും 75.67 ഇടയ്ക്ക് 18%, 183 പേർ. 76നും 79.67 ഇടയ്ക്ക് 10%, 101 പേർ. 80നും 84.67 ഇടയ്ക്ക് 5%, 53 പേർ. വെറും 53 പേർ. 85ന് മുകളിൽ ആരും തന്നെ ഇല്ല നിലവിൽ. അപ്പോൾ ഇതാണ് 1038 പേരിലെ വെരിഫൈഡ് സർവേ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു സർവേ പരിഗണിച്ചതിന് ശേഷം പ്രൊഫഷണൽ കീ പ്രകാരം നമ്മൾ തയ്യാറാക്കിയ വെരിഫൈഡ് സർവേ കൂടി നോക്കുക. കാര്യമായ വ്യതിചലനം ഇതിലുണ്ടായിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ്, കൃത്യമായി. കാര്യം അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ആ ഒരു 75നും 85നും ഇടയ്ക്ക് വരുന്ന റേഞ്ചിലാണ് കാര്യമായൊരു മാറ്റം ഉണ്ടായിട്ടുള്ളത്. കാര്യം അവിടെ നല്ല റേഞ്ചിൽ മാർക്ക് പോളിപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫൈനൽ കീയിലേക്ക് വരുമ്പോൾ അതെല്ലാം തന്നെ 75ന് താഴേക്ക് പോകുന്നൊരു സാഹചര്യം നിലവിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലൊരു സൂചനയാണ്. കാര്യം എല്ലാവരും തിരുവനന്തപുരത്തിൻ്റെ കട്ട് ഓഫ് 70ന് മേലെ പോകുമെന്ന് പല ചാനലുകളും പറഞ്ഞൊക്കെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പരീക്ഷ നല്ല എളുപ്പമാണ്, അതൊക്കെ പുറത്തിരിക്കുന്നവർക്ക് അങ്ങനെ പറയാൻ സാധിക്കും. പരീക്ഷാ ഹാളിൽ ഇരുന്ന് എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥിയൊക്കെ അറിയാവൂ അതിൻ്റെ ഒരു റേഞ്ച്. കാര്യം വളരെ സിമ്പിളായ ചോദ്യം പോലും തെറ്റിക്കാൻ സാഹചര്യമുണ്ട്. പരീക്ഷയുടെ സമ്മർദ്ദം, അതുപോലെ തന്നെ ജോലി വേണം എന്നുള്ള നമ്മുടെ തീവ്രമായ ആഗ്രഹം, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ. പിന്നെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറിയാവുന്ന ഏറ്റവും സിമ്പിളായ ക്വസ്റ്റ്യൻ മാറി കറുപ്പിച്ചാൽ പിന്നെ നമ്മൾ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഏറ്റവും അറിയാവുന്ന സിമ്പിളായ ചോദ്യം തെറ്റിച്ചു, ഈ എക്സാം എൻ്റെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ പല ഘട്ടങ്ങളിലൂടെയാണ് ഈ ഒരു ഉദ്യോഗാർത്ഥി കടന്നു പോകുന്നത്. അതുപോലെ ഒരിക്കലും ഒരു ഉദ്യോഗാർത്ഥി വെളിയിൽ എഴുതുമ്പോൾ ആ ഒരു ഇത് കിട്ടില്ല, ആ ഒരു ടെൻഷൻ കിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വെളിയിരുന്ന് നോക്കുന്നവർക്ക് പലതും പറയാം, പലതിലൂടെയും ചിന്തിച്ച് കടന്നു പോകാം. അങ്ങനെയല്ല ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴുള്ള സാഹചര്യം എന്ന് വീണ്ടും പറയുന്നു. അതുകൊണ്ട് പുറമേ ഉള്ള വാക്കുകളിൽ വീഴാതിരിക്കുക. ഇതാണ് യഥാർത്ഥ സത്യാവസ്ഥ. ഞാൻ നിങ്ങളിലേക്ക് വെച്ചതാണ് യഥാർത്ഥ സാഹചര്യം അല്ലെങ്കിൽ സ്ഥിതിവിശേഷം. അതുകൊണ്ട് പുറത്തുള്ളവരുടെ 70ന് മേലെയുള്ള കട്ട് ഓഫ് പ്രവചനങ്ങളിൽ വീണ് അടിയറവ് പറയാതിരിക്കുക. കൃത്യമായും നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് റേഞ്ച് പരിഗണിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇത് വയ്ക്കുന്നത്. ഒരിക്കലും ഒരു കട്ട് ഓഫ് നിർണ്ണയത്തിലേക്ക് പോകാൻ എനിക്കും മറ്റുള്ള ചാനലുകൾക്കോ അതിനുള്ള ഒരു പ്രോബബിലിറ്റി നടത്താം എന്നതിനപ്പുറത്തേക്ക് ആധികാരികമായി കട്ട് ഓഫ് പ്രവചനം നടത്താൻ ആർക്കും തന്നെ സാധിക്കുകയില്ല. ഒരു മാർക്ക് റേഞ്ച് വിലയിരുത്താം, അത് തന്നെയാണ് ഏറ്റവും അന്തിമമായി എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സാരാംശം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും പറയുന്നു, കാര്യമായ മാറ്റം ഈ ഒരു 1000 പേരെ പരിഗണിക്കും. നമ്മൾ അന്ന് ചെയ്തതും 1000 പേരുടെ സർവേ ആയിരുന്നു പ്രൊഫഷണൽ കീ പ്രകാരം. അവിടെ നിന്ന് ഫൈനൽ കീയിലേക്ക് വരുമ്പോൾ കാര്യമായ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, 75നും 85നും ഇടയ്ക്ക് നല്ല രീതിയിൽ പോൾ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് 75ലേക്ക് താഴേക്ക് വരുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം വളരെ കൂടുതലായിട്ടുണ്ട്, വളരെ കൂടിയിട്ടുണ്ട്. മനസ്സിലാക്കുക. 70ന് താഴേക്ക് വരുന്ന ഉദ്യോഗാർത്ഥികളുടെ വളരെ കൂടിയിട്ടുണ്ട്, മനസ്സിലാക്കുക. അപ്പോൾ ഇത് നല്ലൊരു സൂചന തന്നെയാണ്. ഇത് കൃത്യമായി മനസ്സിലാക്കുക. പൊള്ളയായ കട്ട് ഓഫ് പ്രവചനങ്ങൾ വീഴാതിരിക്കുക. 70ന് മേലെ, 75ന് മേലെ, 80ന് മേലെ വീഴാതിരിക്കുക എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ചുരുക്കുന്നു. ഇനി നിങ്ങളോട് പറയാനുള്ളത്, തീർച്ചയായും ഇനി വരും ദിവസങ്ങളിൽ കാര്യമായ സർവേ റിസൾട്ട് ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി ആധികാരികമായ സർവേയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. എങ്ങനെയാണ് ആധികാരികത കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൾക്കാരുടെ എണ്ണങ്ങൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിലേക്ക് സർവേകളുടെ എണ്ണം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ
പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുമ്പോൾ സർവേയുടെ ആധികാരികതയും കൂടും. തീർച്ചയായും അത്തരത്തിലുള്ള സർവേയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഒരിക്കലും എൻ്റെ ചോദ്യം മാത്രമേ ഡിലീറ്റ് ചെയ്യപ്പെട്ടുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് മാത്രമേ മാർക്ക് കുറഞ്ഞുള്ളൂ, അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങളുടെ കമൻറ്റുകളെല്ലാം കണ്ടിട്ടാണ് വീണ്ടും പറയുന്നത്. അങ്ങനെ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. അതിനപ്പുറത്തേക്ക് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അപേക്ഷിക്കുന്നു, ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഒരിക്കൽ കൂടി തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ആത്മാർത്ഥമായി പഠിച്ച് പരീക്ഷ എഴുതി എല്ലാവരും തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവട്ടെ, എല്ലാവർക്കും തന്നെ ജോലി കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.